പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ലാബ് ടെക്നീഷ്യന്മാർക്കായി നടന്ന ഒരു CME പ്രോഗ്രാമിൽ ഒരു ടെക്നീഷ്യൻ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ESRുമായി ബന്ധപ്പെട്ടതാണ്. EDTA ബ്ലഡ് ഉപയോഗിച്ചുകൊണ്ട് ESR ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനോടൊപ്പം പല സന്ദർഭങ്ങളിലും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ബ്ലഡ് ലഭിക്കാറില്ല. ആ സമയത്ത് നമുക്ക് എങ്ങനെ ESR ടെസ്റ്റ് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ചോദ്യം കൂടെ ഇതിനോടൊപ്പം ചോദിച്ചിട്ടുണ്ട്. രണ്ട് ചോദ്യങ്ങളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കറിയാം ESR എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷനാണ്. ESR ചെയ്യുന്ന ടെസ്റ്റ് വെസ്റ്റഗ്രെൻസ് മെത്തേഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ESR ചെയ്യുന്നതിന് വേണ്ടി ട്രൈസോഡിയം ആണ് നമ്മൾ ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് 4:1 എന്നുള്ള അനുപാതത്തിൽ അങ്ങനെയാവുമ്പോൾ 1.6 ml ബ്ലഡും 0.4 ml ബ്ലഡ് ആൻറ്റികോയാഗുലൻറ്റുമാണ് നമ്മൾ ESR ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വെസ്റ്റഗ്രെൻസ് ട്യൂബിലേക്ക്, വെസ്റ്റഗ്രെൻസ് ട്യൂബ് എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ ഗ്ലാസ് ട്യൂബുകളായിരുന്നു, ഇന്നും ഉണ്ട്. ഇപ്പം അതിന് പകരമായിട്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അത് കളയാൻ കഴിയും. ആ ട്യൂബിൽ അതിൻ്റെ 0 മാർക്ക് വരെ ബ്ലഡും ആൻറ്റികോയാഗുലൻറ്റും ചേർന്ന മിശ്രിതം എടുത്തതിന് ശേഷം 1 മണിക്കൂർ ഡിസ്റ്റർബ് ചെയ്യാതെ വെർട്ടിക്കലായിട്ട് വെക്കുക എന്നുള്ളതാണ് ഈ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ. പലപ്പോഴും നമ്മൾ CBCക്ക് ബ്ലഡ് എടുക്കുന്ന EDTA അതല്ലെങ്കിൽ ലാവൻഡർ ട്യൂബ്, ആ ട്യൂബിലേക്ക് ബ്ലഡ് എടുത്തതിന് ശേഷം ESRന് കൂടെ ആ ബ്ലഡ് ഉപയോഗപ്പെടുത്തുകയാണ് പലപ്പോഴും പല ലാബുകളും ചെയ്യുന്നത്. അതേസമയം ESRന് ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്ലാക്ക് ടോപ്പുള്ള വാക്യൂട്ടൈനർ ഇന്ന് ലഭ്യമാണ്. EDTA ഉപയോഗിച്ച് ESR ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ലാവൻഡർ ട്യൂബിൽ അതല്ലെങ്കിൽ EDTA വാക്യൂട്ടൈനറിലെ ബ്ലഡ് ESR ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതേസമയം അതിൽ പ്രപ്പോർഷനിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മറ്റത് 0.4 ml ആൻറ്റികോയാഗുലൻ്റ് ചേർത്തുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നതെങ്കിൽ ഇതിൽ 100% ബ്ലഡ് മാത്രമാണ് ഉണ്ടാവുന്നത്. വളരെ ചെറിയൊരളവിൽ, അതും സോളിഡ് അല്ലെങ്കിൽ വേപ്പർ ടൈപ്പ് ആൻറ്റികോയാഗുലൻ്റ് ആണ് EDTയിൽ ഉണ്ടാവുന്നത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. എന്നാൽ അത് റിസൾട്ടിനെ വലിയ രൂപത്തിൽ ബാധിക്കാനൊന്നും സാധ്യതയില്ല. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുള്ളത്, EDTA വാക്യൂട്ടൈനർ ബ്ലഡ് എടുക്കുകയും പിന്നീട് സോഡിയം സിട്രേറ്റ് ട്യൂബിലേക്കോ അല്ലെങ്കിൽ സോഡിയം സിട്രേറ്റ് ട്യൂബ് ആഡ് ചെയ്ത ബോട്ടിലേക്കോ നമ്മൾ ബ്ലഡ് മാറ്റുന്ന സമയത്ത് 2 ആൻറ്റികോയാഗുലൻസ് മിക്സ് ചെയ്തിട്ട് അത് ബ്ലഡിനോടൊപ്പം ആഡ് ആവാൻ സാധ്യതയുണ്ട്. 2 വ്യത്യസ്ത ആൻറ്റികോയാഗുലൻറ്റുകൾ ബ്ലഡിനോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ ബ്ലഡിൻ്റെ മോർഫോളജിയിൽ ചെറുതായിട്ടുള്ളൊരു വേരിയേഷൻ ഉണ്ട്. ഇതും ESRനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പ്രോബ്ലം ആയിട്ട് കാണുന്നില്ല. ESRൻ്റെ കാര്യത്തിൽ ആൻറ്റികോയാഗുലൻസ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി അത് EDTA ആയി മാറിയാലും ESRുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പ്രൊസീജിയേഴ്സാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. 1 മണിക്കൂർ വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ്. അതിലൊരു കുറവും വരുത്താൻ പാടുള്ളതല്ല. അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. 0 മാർക്ക് വരെ, അതായത് സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ ബ്ലഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാക്സിമം ബ്ലാക്ക് കളർ അതല്ലെങ്കിൽ സോഡിയം സിട്രേറ്റ് ആൻറ്റികോയാഗുലൻ്റ് തന്നെ, അത് വാക്യൂട്ടൈനർ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ESR ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റിക് മെഷീനുകൾ ഇപ്പം വിപണിയിൽ അവൈലബിൾ ആണ്. 20 മിനിറ്റ് കൊണ്ടും 25 മിനിറ്റ് കൊണ്ടും അതേപോലെ 20 സെക്കൻഡ് കൊണ്ടും 15 സെക്കൻഡുകൾ കൊണ്ടുവരെ ESR ചെയ്യുന്ന മെഷീനുകൾ ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ ചില മെഷീനുകളിൽ EDTA തന്നെയാണ് ആൻറ്റികോയാഗുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ മറ്റു ചില മെഷീനുകളിൽ സോഡിയം സിട്രേറ്റ് ബ്ലാക്ക് കളർ ട്യൂബിലുള്ള ആൻറ്റികോയാഗുലൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ESR എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റിയിൽ ബ്ലഡ് ലഭിക്കുക എന്നുള്ളതാണ് ഒരു ലാബിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എറർലെസ് ആയിട്ടുള്ള വർക്കിംഗ് രീതി. ഇനി വളരെ അപൂർവ സന്ദർഭങ്ങളിൽ നമുക്ക് ബ്ലഡ് ലഭിക്കാതെ വരും. അങ്ങനെയെങ്കിൽ വെസ്റ്റഗ്രെൻസ് ട്യൂബ് മെത്തേഡിന് പകരം കാപ്പിലറി ട്യൂബ് മെത്തേഡ് ഉൾപ്പെടെയുള്ള, വിൻട്രോപ്സ് ട്യൂബ് മെത്തേഡ് ഉൾപ്പെടെയുള്ള, സെഡിമെൻറ്റേഷൻ റേറ്റ് ഉൾപ്പെടെയുള്ള മെത്തേഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത്തരം മെത്തേഡുകളെക്കുറിച്ച് ഒന്ന് പഠിച്ച്, പ്രത്യേകിച്ച് കാപ്പിലറി ട്യൂബ് മെത്തേഡൊക്കെ വളരെ കുറഞ്ഞ അളവ് ബ്ലഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അതേസമയം കാപ്പിലറി ബ്ലഡ് ഉപയോഗിച്ചുകൊണ്ട് ESR ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ ESR ട്യൂബിൽ തന്നെ, അതല്ലെങ്കിൽ വെസ്റ്റഗ്രെൻസ് ട്യൂബിൽ തന്നെ കിട്ടിയ ബ്ലഡ് 0 മാർക്ക് വരെ ഇല്ലെങ്കിലും അതിന് താഴെയുള്ള ഏതെങ്കിലും ഒരു മാർക്ക് വരെ ആണെങ്കിലും ESR വെച്ചാൽ മതിയില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ESRൻ്റെ ട്യൂബിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ബോർ സൈസ് ഒക്കെ ഒരു കൃത്യമായിട്ട് രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ബ്ലഡിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ നമ്മൾ പകുതിയൊക്കെ ഭാഗത്തായിരിക്കും അതിൻ്റെ ടോപ്പ് വരിക.
ആ സമയത്ത് ESRന് 3 സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിനെ അത് ബാധിക്കാനും റിസൾട്ടിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം ഇൻസഫിഷ്യൻറ്റ് ബ്ലഡ് ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഉപയോഗിക്കേണ്ട ഘട്ടം വരികയാണെങ്കിൽ 4:1 എന്നുള്ള അനുപാതത്തിൽ ബ്ലഡ് ഡയലൂട്ട് ചെയ്തതിന് ശേഷം, അതായത് എത്രയാണോ നിങ്ങളുടെ കയ്യിൽ ബ്ലഡ് ഉള്ളത് അത് സോഡിയം സിട്രേറ്റുമായിട്ട് 4:1 എന്നുള്ള അനുപാതത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ESR ട്യൂബിലേക്ക് വെക്കുന്നത് ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ട് എടുക്കാൻ മാത്രമേ കഴിയുള്ളൂ.